ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ഏറ്റവും വന്ദനായ ലൈജു നിർക്കോസച്ചൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളെ പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നു. നോമ്പിൻ്റെ പാതി ബുധനാഴ്ചയും കഴിഞ്ഞ് സമാപനത്തോടെ നമ്മൾ അടുക്കുകയാണ്. ഈ ദിനങ്ങളിൽ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും കാൽവരിയിലെ കുരിശിലേക്ക് നമ്മുടെ ചിന്തകൾ സമർപ്പിക്കപ്പെട്ട ആ കുരിശിൽ നിന്ന് ലഭിച്ച ആ നിത്യ സൗഭാഗ്യം, നിത്യമായ രക്ഷ കരഗതമാക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദിനങ്ങളാണല്ലോ ഇനി നാം കടന്നു വരുന്നത്. വരുന്ന ഒരാഴ്ച കൂടിയേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥനാ സംഗമം. ഈ സമാപനത്തോടടുക്കുമ്പോൾ ഇന്ന് ഈ ഭവനത്തിൽ നമുക്ക് മുഖ്യ അതിഥിയായി ദൈവികമായ ദൂതം നൽകുന്നത് ബഹുമാനപ്പെട്ട ലൈജു മർക്കോസ് അച്ഛനാണ്. അച്ഛനെ പരിചയപ്പെടുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെയും അച്ഛനെ പറ്റി പറയേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പാമ്പാടി പള്ളിയുടെ വികാരിയായി സുദീർഘമായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ കോട്ടയം ഭദ്രാസനത്തിലെ വലിയ വലിയ ദേവാലയങ്ങളിൽ സുദീർഘമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അന്യ വൈദികൻ. പാത്താനം സെൻറ് ജോൺസ് വലിയ പള്ളി ഇടവ അംഗമാണ്. ഇപ്പോൾ തെങ്ങണ സെൻറ് തോമസ് പള്ളിയുടെ വികാരിയായി സുദീർഘമായി സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം കോട്ടയം ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗമായി ഭദ്രാസനത്തിൻ്റെ ഓരോ കാര്യങ്ങളിൽ നേതൃത്വം നൽകുകയും വേണ്ടതായ സേവനം സഭയ്ക്ക് ആകമാനം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛനെ സഭ ഏൽപ്പിച്ചിട്ടുള്ള ഓരോ ചുമതലകളും വളരെ വിശ്വസ്തയോടും വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ബാലസമാജത്തിൻ്റെ കേന്ദ്ര അംഗമായി നേതൃത്വം നൽകിയിട്ടുള്ളതൊക്കെയും പ്രത്യേകമായ നന്ദിയോടെ ഓർക്കുകയാണ്. ആ ഒരു നിലയിൽ സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ലഭിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് ഈ സന്ധ്യയിൽ നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയും ഇന്ന് മുഖ്യ ദൂതം നൽകുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഇടവാങ്ങൽ സമീപമുള്ളതാണ് പാമ്പാടി കത്തീഡ്രൽ ഇടവാങ്ങൽ, അതുപോലെ കുറ്റിക്കൽ സെൻറ് തോമസ് പള്ളി ഇടവാങ്ങൽ, കുടുംബത്തോട് ചേർന്ന് ബന്ധുക്കളായിട്ടുള്ളവർ ഒക്കെയും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ മുഖ്യ ദൂത് നൽകുവാൻ തക്കവണ്ണം സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്യും. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതും കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതും കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ അനുഗമിച്ചിടും അവനുടെ
ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനാം സ്വർഗസ്ഥ പിതാവാം ദൈവമേ, സന്ധ്യയിലുള്ള ആരാധനയ്ക്ക് ശേഷം അങ്ങയുടെ തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. നോമ്പിൻ്റെ പരിശുദ്ധമായ ഈ ദിനങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥമായ അനുതാപവും പശ്ചാത്താപവും ജീവിതത്തിന് കരഗതമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അനുദിന ജീവിതത്തിൽ വന്നുകൂടുന്ന തെറ്റുകളും കുറവുകളും പാപങ്ങളും ഞങ്ങളെല്ലാവരോടും അവിടുന്ന് ക്ഷമിക്കണമേ. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വരുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇത് ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഈ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിലധിവസിക്കുന്ന നിന്റെ മക്കളെ കാത്തുകൊള്ളണമേ. വിദുരിതയിലായിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ നീ അവരെ യോഗ്യരാക്കണമേ. ഇവിടെ കൂടി വന്നിരിക്കുന്ന നിന്റെ മക്കളെയും അവരുടെ ആവശ്യങ്ങളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരെയും നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ആവശ്യങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായ ഞെരുക്കങ്ങളും ഒക്കെ അനുഭവിക്കുന്ന എല്ലാവരെയും നാഥ കരുണയോടെ കാത്തുകൊള്ളണമേ. നിന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളെല്ലാവരെയും ഉറപ്പിക്കണമേ. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും പ്രത്യാശയോടുകൂടി അതിജീവിപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപ സൗജന്യമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ നിന്റെ മുഖത്തേക്ക് നോക്കുവാനും അവങ്കിലേക്ക് നോക്കിയവർ ലജ്ജിതരായില്ല, അവരുടെ മുഖം പ്രകാശിച്ചു കൊണ്ടിരുന്നു എന്ന പ്രകാരം കർത്താവേ, ഞങ്ങൾക്കും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും അതിജീവിപ്പാനും ഇടയാക്കണമേ. ഇടവക സമൂഹത്തെ കാത്തുകൊള്ളണമേ. നേതൃത്വം കൊടുക്കുന്ന വൈദിക ശ്രേഷ്ഠനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. ഇടവകയുടെ എല്ലാ ഭരണസമിതി അംഗങ്ങളെയും കാത്തുകൊള്ളണമേ. ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ നിന്റെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവേ, നിന്റെ കരുണയിലാകുന്നു ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഞങ്ങളുടെ മേന്മയിലല്ല, ബലഹീനരും പാപികളുമായ ഞങ്ങളെ ഇതിനവിടുന്ന് അർഹരാക്കി തീർക്കണമേ. ദൈവമാതാവിൻ്റെയും എല്ലാ പരിശുദ്ധന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും മധ്യസ്ഥതയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ത്രിയേക ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. ഏറ്റവും ആദരണീയനായ പോൾ എബ്രഹാം അച്ഛൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഈ പരിശുദ്ധ നോമ്പിൻ്റെ സന്ദർഭത്തിൽ സ്വല്പസമയം നിങ്ങളുമായി ചിലവഴിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അച്ഛനോടും നിങ്ങളെല്ലാവരോടും ആദ്യമേ തന്നെ നന്ദിയും സ്നേഹവും അറിയിക്കുക. ഞാനൊരു വലിയ പ്രസംഗകനൊന്നുമല്ല, അതുകൊണ്ട് ആ രീതിയിലേ നിങ്ങൾ ഇവിടെ ഇരിക്കാവുള്ളൂ എന്നുള്ളത് ആദ്യമേ തന്നെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മുടെ നാട് വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യമാണ്. അതീവമായ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ മനുഷ്യനും മൃഗങ്ങളും സകല ചരാചരങ്ങളും
വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രം തന്നെ ജനാധിപത്യ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു നേർരേഖയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ശൈലികൾ നമ്മളുടെ രാഷ്ട്രത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഏകാധിപത്യ പ്രവണത നമ്മുടെ സംസ്ഥാനത്തുടനീളം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പലരും അങ്ങനെയുള്ള ഏകാധിപത്യ പ്രവണതയെ സ്വീകരിക്കുവാനും അത് സഭയുടെയും മതത്തിൻ്റെയും മറ്റ് സംഘടനകളിലേക്കും വ്യാപിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹം പ്രകൃതിയുടെ താണ്ഡവം കൊണ്ടും ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവരുടെ പ്രവർത്തന ശൈലികൾ കൊണ്ടും ഇന്ന് ജനങ്ങൾ ധാരാളം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അവിടെയാണ് നോമ്പ് നാം ആചരിക്കുന്നത്. നോമ്പാചരണത്തെ കുറിച്ചൊന്നും ഞാൻ കൂടുതലായി വിശദീകരിക്കേണ്ട കാര്യമില്ല. പുണ്യവാനായ പരിശുദ്ധനായ പാമ്പാടി തിരുമേനി നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും നേർരേഖയായി നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഞാനത് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സ്വജീവിതത്തെ വിശുദ്ധീകരണത്തിലേക്ക് നയിച്ച് മരണത്തിന് ശേഷവും ആണ്ടുകൾ പിന്നിടുമ്പോൾ കൂടുതലായി അവരുടെ ശോഭ പ്രോജ്വലിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. അതിന് അപവാദമായി മറ്റൊരാൾ വരുന്നത് വരെ അല്ലെങ്കിൽ മറ്റാരും വന്നാലും ഇങ്ങനെ ഭീഷണ ശക്തിയോടുകൂടി പ്രാർത്ഥന നോമ്പുപവാസങ്ങൾ ക്രമമായി അനുഷ്ഠിച്ചിട്ടുള്ളവരുടെ പേരുകൾ ഒരിക്കൽ പോലും സമൂഹത്തിൽ നിന്ന് നഷ്ടമായി പോകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, നമുക്കും ആ ഒരു പുണ്യവാന്മാരായ പിതാക്കന്മാർ കാണിച്ചു തന്നിരിക്കുന്ന പ്രാർത്ഥന, നോമ്പ്, ഉപവാസങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാനും പ്രതിസന്ധികളെ പ്രാർത്ഥനാപൂർവം അതിജീവിക്കുവാനും രോഗം വന്നാലും കുടുംബ പ്രശ്നങ്ങൾ വന്നാലും മറ്റുള്ളവർ നമ്മെ പരിഹസിക്കുന്ന പല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നാലും അവിടെയൊക്കെ ധീരതയോടുകൂടി നിൽക്കുവാൻ സാധ്യമാകുന്നതാണ് ഈ പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ഒക്കെ. അത് ശീലിച്ചിട്ടുള്ളവർക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും വളരെ ശക്തമായി നേരിടുവാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്കും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പാതി പിന്നിട്ടിരിക്കുന്ന ഈ നോമ്പിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഉതകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ഇന്ന് സ്വല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാമത്തെ വാക്യം. നിങ്ങൾ ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിക്കുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിക്കുവീൻ എന്ന് പറഞ്ഞു. തിരുവചനത്തിൽ
ആശ്വാസത്തെ സംബന്ധിച്ചും ഏകാന്തതയെ സംബന്ധിച്ചുമൊക്കെ പലതായ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് വിശ്രമിക്കുന്നത്, ആശ്വസിക്കുന്നത് ഫോർ വാട്ട് പർപ്പസ് എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടണം. ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിക്കുന്നതിന്റെ കാരണം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്, മാനസാന്തരം ജീവിതത്തിന്റെ ഭാഗമായി തീരുവാനാണ്. ഈ വേദഭാഗത്തിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നാം പല സന്ദർഭങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെയാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് 5 അപ്പത്തിന്റെയും 2 മീനിന്റെയും പ്രധാനപ്പെട്ട സന്ദർഭം എന്ന് പറയുന്നത്. അവരുടെ ഏകാന്ത സ്ഥലത്തെ പ്രാർത്ഥനയാണ് ഒരു പരിധി വരെ വലിയൊരു അത്ഭുതം സംജാതമാകുവാൻ ഇടയായി തീർന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ജീവിതത്തിന് മാനസാന്തരം കരഗതമാകും. മാനസാന്തരത്തിൽ കൂടി മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും വർദ്ധമാനമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കത്തുള്ളൂ. അത് സമാധാനമാണെങ്കിലും പണമാണെങ്കിലും ഐശ്വര്യമാണെങ്കിലും സമ്പത്താണെങ്കിലും എന്ത് അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയൊരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മാനസാന്തരത്തെ കുറിച്ചൊന്നും ഇന്ന് നമുക്ക് കേൾക്കുവാനായിട്ടില്ല. ഇത് നമ്മൾ സമ്പന്നതയുടെ സുവിശേഷത്തെ കുറിച്ചാണ് നാം കേൾക്കുന്നതും പറയുന്നതും. നമുക്കിഷ്ടവും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രസംഗകർ ഭൂരിപക്ഷം പേരും സമ്പന്നതയുടെ സുവിശേഷം അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ്. ജനത്തിന്റെ ഹിതം അനുസരിച്ച് സുവിശേഷത്തിന്റെ ശൈലിയും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരത്തിന് അനുയോജ്യമായ ഫലം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും അത്ഭുതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിന്റെ പൗരോഹിത്യത്തിൽ ഡ്രസ്സിന്റെ കളറ് മാറും, കെട്ടും മട്ടും ഒരുപക്ഷെ മാറിക്കൊണ്ടിരിക്കും. ജനങ്ങളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ആഡംബരങ്ങളും സുഖലോലപതയും ഒക്കെ ധാരാളമായിട്ട് വന്നാലും മാനസാന്തരത്തിന്റെ അനുഭവം ജീവിതത്തിൽ നമുക്കാർക്കും സ്വന്തമായിട്ട് സ്വീകരിക്കുവാൻ സാധ്യമല്ലാതെ വരുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാതെ വരുന്നത്. വലിയ നോമ്പിന്റെ കാലഘട്ടം, ഞായറാഴ്ചയിലെ എല്ലാ വായനകളും ഓരോരോ അത്ഭുതങ്ങളാണല്ലോ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ഈ അത്ഭുതങ്ങളെ കുറിച്ച് വർഷങ്ങളായി പ്രസംഗിക്കുന്നു, വർഷങ്ങളായി നാം കേൾക്കുന്നു. അച്ഛന്മാര് പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴേ നിങ്ങൾക്കറിയാം അച്ഛൻ എന്താ പറയാൻ പോകുന്നത്. പല അച്ഛന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള വാക്യങ്ങളും വചനങ്ങളുമാണ് നാം കേൾക്കുന്നത്. പക്ഷേങ്കിൽ മാനസാന്തരം ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ
ശിക്ഷണ ജീവിതം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് ക്രിസ്തീയ കുടുംബ പാരമ്പര്യങ്ങളിൽ നല്ലൊരു ശിക്ഷണ ജീവിതം നമുക്കുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും, ഒരുമിച്ച് പ്രാർത്ഥിക്കും, അത്താഴം കഴിക്കും, സമയത്ത് കിടക്കും, സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും. സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ ഒക്കെ ഒരു ഭാവങ്ങൾ ഈ ശിക്ഷണ ജീവിതം കൊണ്ട് നമുക്കുണ്ടായിരുന്നു. ആർക്ക് എവിടെയാണ് ശിക്ഷണത്തിന്റെ ശൈലികൾ ഉള്ളത്? ശിക്ഷണത്തിന്റെ ശൈലികൾ ഇന്ന് ആർക്ക് എവിടെയാണ്? ആരെയും ശിക്ഷിക്കുവാൻ പാടുള്ളതല്ല. സ്കൂളിൽ അധ്യാപകർക്ക് വിദ്യാർത്ഥി കോപ്പിയടിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുകയേ സാധ്യമുള്ളൂ, ശിക്ഷിക്കാൻ സാധിക്കത്തില്ല. സ്കൂളിൽ വിദ്യാർത്ഥികൾ എന്തെങ്കിലും കാണിച്ചാൽ അവരോട് ഒരു വാക്ക് മറുത്തു പറയുവാൻ സാധ്യമല്ലാത്ത ചുറ്റുപാടാണ്. എന്തുവരും? പോക്സോ. അപ്പോൾ ഇങ്ങനെ എവിടെയും ശിക്ഷണം നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള നമ്മുടെ യുവതി യുവാക്കൾ, ചെറുപ്പക്കാർ കൂടുതൽ പേരും കിടക്കുന്നത് 2 മണി 3 മണി സമയങ്ങളിലാണ്. അവര് ഉണർന്നെഴുന്നേൽക്കുന്നതിന് സമയമില്ല. 10 മണിയാകാം, 11 മണിയാകാം. എവിടെയാണ് പ്രാർത്ഥനയും ശിക്ഷണബോധവും ഒക്കെ നമുക്കുള്ളത് എന്നുള്ളത് നാം പ്രത്യേകമായി ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നാം ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത് ശിക്ഷണ ജീവിതം എന്റെ ജീവിതത്തിൽ നഷ്ടമായോ എന്നുള്ളത് ഓർത്താണ്. നമ്മുടെയൊക്കെ വീട് വഴി വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അംശം എത്രയോ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിലെ നമ്മുടെ പിതാക്കന്മാരൊക്കെ വലിയ നോമ്പിലെ പ്രാർത്ഥനകൾ വിളക്ക്, മെഴുകുതിരി വിളക്കിന്റെ അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ എത്രയോ ഭംഗിയായി നോമ്പിലെ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ വീട് വഴി എല്ലാ ട്രാൻസ്ലേഷനും ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ കുട്ടികൾ ആരും അത് തുറന്ന് നോക്കാറില്ല. തുറന്നു നോക്കി ഒരു വാചകം അവർക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ. അത്തരത്തിലേക്ക് നമ്മുടെ ശിക്ഷണ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഏകാന്ത ജീവിതം അല്ലെങ്കിൽ ഏകാന്ത സ്ഥലത്തെ പ്രാർത്ഥന ശിക്ഷണ ജീവിതം നേടിയെടുക്കുന്നതിനെ സംബന്ധിച്ച് ആയിരിക്കണം. ദൈവവചനം മനനം ചെയ്യുന്നതിന് ഏകാന്ത സ്ഥലം കണ്ടെത്തുന്നത് ഉദാത്തമായിരിക്കും. ദൈവവചനത്തിന്റെ വായനയും ഇത്തരത്തിൽ തന്നെ ആണല്ലോ. ദൈവവചനത്തിന്റെ മനനം ചെയ്യൽ നമ്മളിലൊക്കെ എത്രയോ കുറവായിരിക്കുന്നു. ഞാൻ ഉൾപ്പെടെ നമ്മൾ ദൈവവചനം വായിക്കുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഒരു പരിധിവരെ ജീവിതത്തിൽ വലിയ വിദ്യാഭ്യാസവും വലിയ സാമൂഹ്യമായ സ്ഥിതിയൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇന്നുള്ള പല പ്രതിസന്ധികളും നമ്മുടെ പൂർവികരായ മാതാപിതാക്കന്മാർ നേരിട്ടിരുന്നത് ദൈവവചനത്തിന്റെ വായനയിലൂടെയാണ്. ശിക്ഷണബോധത്തിന്റെ ജീവിത ക്രമത്തിലൂടെയാണ് അവര് ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും നേരിട്ടിരുന്നത്. ഇന്നുള്ളതുപോലെ മുട്ടിന് കൗൺസിലിംഗ് സങ്കേതങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ആശ്രയിക്കുവാനുള്ള ഒരിടം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയും
വിശുദ്ധ കുർബാനയിൽ എഴുതുന്ന പേരുകളും അതേപോലെ തന്നെ ദൈവവചനം നന്നായി വായിക്കുന്നതും ഒക്കെയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആളുകളെ മാനസികമായും ശാരീരികമായും ഈ സഭയിൽ പിടിച്ചു നിർത്തിയിരുന്നതാണ്. എന്താ ശക്തിയൊക്കെ എങ്ങനെയോ നഷ്ടമായി. ഇന്ന് ആ ശക്തിയൊക്കെ എങ്ങനെയോ നഷ്ടമായി. വളരെ ചുരുക്കം ആളുകൾ, അതിൽ വിശ്വാസമുള്ളവൻ കുർബാനയിൽ ഓർക്കണമെന്ന് വൈദികരോട് പറയാറുണ്ട്. അല്ലെങ്കിൽ ദേവാലയത്തിൽ നേരത്തെ വന്ന് കുർബാനയിൽ ആ പേരുകൾ എഴുതി വെക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ശിക്ഷണബോധത്തിന്റെ ശൈലി നഷ്ടമായി. ദൈവവചനം മനനം ചെയ്യുന്നത് നഷ്ടമായി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശാന്തമായി ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ ദൈവം നൽകുന്ന പ്രധാനപ്പെട്ട ആഹ്വാനമാണ്. ആത്മീകമായ പക്വത പ്രാപിക്കുവാൻ ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് വിശ്രമിക്കുന്നത് ഉദാത്തമായിരിക്കും. ആത്മീകമായ പക്വത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് നമുക്കറിയാം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ഇടവക ശുശ്രൂഷയിൽ വൈദികരെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ പരസ്പരമുള്ള സ്നേഹമില്ലായ്മയാണ്. ഒരു പള്ളിയിലെ ഒരു കമ്മിറ്റിക്കാരൻ എന്നോട് ഈ അടുത്തിടെ ചോദിക്കുകയാണ്, അച്ഛാ, എങ്ങനെയെങ്കിലും ഈ മാർച്ച് മാസത്തിലെ പൊതുയോഗം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടോ? എങ്ങനെയെങ്കിലും നമുക്ക് പൊതുയോഗം അത് ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചു. അതെന്തിനാ? പള്ളിയിൽ നിന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്. ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ചിലരെയൊക്കെ ഞാൻ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുവാൻ ഓഡിറ്റോറിയമാണ് നല്ലത്. ഞാൻ അവനോട് എടുത്ത വായിലെ പറഞ്ഞു, നിനക്ക് കൊടുക്കുവാനും പകരം വീട്ടുവാനുമുള്ള വേദിയല്ല ഇടവക പൊതുയോഗം എന്ന് പറയുന്നത്. നിനക്ക് കൊടുക്കുവാനും ചോദിക്കുവാനും ഉണ്ടെങ്കിൽ നീ ആണാണെങ്കിൽ അവന്റെ വീട്ടിൽ പോയി ചോദിക്കുക. ഇടവക പൊതുയോഗം എന്താണ്? പരസ്പരമുള്ള വിഴുപ്പുകൾ അലക്കുന്നതിനുള്ള വേദികളായിട്ട് മാറുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രിയമുള്ളവരെ നല്ല ആലോചനകളും നല്ല ചിന്തകളും ആത്മീകമായ പക്വതയുള്ള നിർദ്ദേശങ്ങളും നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരാത്തത്. നമ്മൾ സാധാരണ കുമ്പസാരിച്ച് കുർബാന അനുഭവിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അതൊരു ചടങ്ങായി ഇന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. നല്ല നിർദ്ദേശങ്ങളും നല്ല ആലോചനകളും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇടവക പൊതുയോഗത്തിൽ ആത്മീക പക്വത പ്രാപിച്ചുകൊണ്ട് വരുന്ന ആളുകളുടെ, അത് 15 20 50 100 എത്രയാണെങ്കിലും ആത്മീകമായ ഒരുക്കത്തോടുകൂടി ആ ഇടവകയിലെ കുറച്ചുപേർ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥന നിർവൃതിയോടുകൂടി വരുമെങ്കിൽ അവിടെ നല്ല തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും, നല്ല ആലോചനകൾ ഉണ്ടാകും, നല്ല തീരുമാനങ്ങൾ ഉണ്ടാകും. ഇടവകയ്ക്ക് ആത്മീകമായി വലിയ അഭിവൃദ്ധി പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും ആത്മീക പക്വത നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടാവണം. ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്മീക പക്വത പ്രാപിക്കുന്നതിന് വേണ്ടി ഇടയായി തീരണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദൈവികമായി
വളരുന്നതിന്, ദൈവികമായി വളരുന്നതിനും ഇടയായി തീരണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, സഹോദരൻ പാപം ചെയ്താൽ എത്ര വട്ടം ക്ഷമിക്കണം. പരിശുദ്ധ നോമ്പിന്റെ പ്രാരംഭത്തിൽ ശുഭ്രകോനോ ശുശ്രൂഷയിൽ നാം കേൾക്കുന്ന ഒരു വചനമാണ്. അവിടെ പറയുന്നുണ്ട് എപ്രകാരം ക്ഷമിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ക്ഷമാശൈലി അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു വൻപൻ പരാജയമാണ് എന്ന് സ്വയമായി തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ നമുക്ക് ദൈവികമായി വളരുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ഭദ്രാസനത്തിലെ ഒരു പള്ളിയിൽ ശുഭ്രകോനോ ശുശ്രൂഷ നടക്കുന്ന സന്ദർഭത്തെ കുറിച്ച് ആ പള്ളിയിൽപ്പെട്ട 1-2 പേര് പറഞ്ഞ കാര്യമാണ്. ഞാൻ കണ്ടതല്ല, പറഞ്ഞു കേട്ട കാര്യമാണ്. ആ പള്ളിയിൽപ്പെട്ട വീട്ടിലെ ചേട്ടന്റെയും അനിയന്റെയും ഭാര്യമാർ, അവര് നല്ല കുടുംബത്തിൽപ്പെട്ടവരും സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നവരുമൊക്കെയാണ്. പക്ഷേ അവർ പരസ്പരം സംസാരിക്കത്തില്ല, പരസ്പരം ഇടപഴകാറില്ല. എല്ലാ വർഷത്തെ ശുഭ്രകോനോ ശുശ്രൂഷയ്ക്കും ചേടത്തിയുടെ അടുക്കൽ അനിയത്തി വരുമ്പോൾ അവര് ഈ ചേടത്തിയുടെ അടുത്ത് അനിയത്തി കൈയുമായിട്ട് വരുമ്പോൾ ഇവര് ഈ വർത്തമാനം പറയാൻ നല്ല പിടിക്കുക. മലയാളം അധ്യാപികയാണ്, അതുകൊണ്ട് അവർക്ക് നല്ല വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരിങ്ങനെ അനിയത്തി കൈ കൊടുക്കാൻ വരുമ്പോൾ അവരെന്തെങ്കിലും ഒരു കമന്റ് പറയും, കൈ കൊടുക്കത്തില്ല. ഈ അനിയത്തി അങ്ങ് പോകും. ഇപ്രാവശ്യം അനിയത്തി പണി പറ്റിച്ചു ഈ ശുഭ്രകോനോയ്ക്ക്. ഇപ്രാവശ്യം ചേടത്തി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ചേടത്തി കൈയും കൊടുക്കത്തില്ല. അതുകൊണ്ട് അനിയത്തിയുടെ കൈയെടുത്ത് ചേടത്തിയുടെ തലയിൽ വെച്ചു. ചേടത്തിയുടെ കൈ കൊടുക്കത്തില്ല, പിന്നെ ഈ കൈ എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് ഈ കൈ ചേടത്തിയുടെ തലയിൽ വെച്ചിട്ട് അവരങ്ങ് പോയി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെയൊക്കെ ആരാധനാ ശൈലിയും പ്രസംഗവും ഒക്കെ ഒരു വശത്ത് ഇങ്ങനെ കിടക്കും. നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യവുമായി പുലബന്ധമില്ലാത്ത സംഗതികളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുവാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് ചോദിക്കുന്ന കാര്യമുണ്ട്. ഈ അത്ഭുതത്തോട് അനുബന്ധിച്ച് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്നുള്ളത്. ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ മാത്രയിൽ 1000-10,000 ക്രിസ്തുവിനോടൊപ്പം തന്റെ വചനം കേൾക്കുന്നതിനും അതേപോലെ തന്നെ സൗഖ്യ ശുശ്രൂഷ പ്രാപിക്കുന്നതിനുമായി വന്നു. 2-3 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വിശക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ക്രിസ്തു ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുകയും. അവര് പറഞ്ഞു, ഈ രാത്രിയിൽ ഇത്രയും അധികം ജനത്തിന് കൊടുക്കുവാൻ ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല. ഈ വേദഭാഗത്ത് പറയുന്നത്, അവിടെ ഒരു ബാലന്റെ കൈവശം അവന്റെ അപ്പനമ്മമാർ കൊടുത്തുവിട്ട ഭക്ഷണം കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ഞങ്ങളുടെ കൈവശം ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതവിടെ സമർപ്പിക്കുന്ന സാഹചര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മോടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? നിങ്ങളുടെ പക്കലുള്ളത് മാത്രം മതി, അയലത്തുള്ളതൊന്നും വേണ്ട.
മറ്റാരുടെയും വേണ്ട. നിന്റെ കയ്യിലുള്ളത് എന്തെന്നുള്ളത് തമ്പുരാന് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിനക്കുള്ള ബുദ്ധി, നിനക്കുള്ള കഴിവ്, നിനക്കുള്ള സൗന്ദര്യം, നിനക്കുള്ള എല്ലാം, അതുകൊണ്ടാണല്ലോ നാം പാടുന്നത് സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനാ നമുക്കുള്ള സകലത്തെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ വലിയ ദൈവാനുഗ്രഹം നമുക്കുണ്ടാവും. നമുക്ക് തന്നിരിക്കുന്നത് ദൈവമാണ്, കഴിവ് തന്നിരിക്കുന്നത് ദൈവമാണ്, ബലഹീനത തന്നിരിക്കുന്നത് ദൈവമാണ്. ദൈവം അറിയാതെ ഒരു ബലഹീനതയും ഒരു കഴിവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് കഴിവുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ബലഹീനതകളെയും സമർപ്പിക്കുക. ഇവിടെ ശിഷ്യന്മാർ ബലഹീനരായിരുന്നു. ഈ പാതിരാത്രിയിൽ ഇത്രയധികം ജനത്തിന് നൽകുവാനുള്ള ഭക്ഷണം എവിടെ നിന്ന് കൊടുക്കാനാ? അവരുടെ ബലഹീനത കർത്താവിന്റെ സന്നിധിയിൽ തുറന്ന് സമ്മതിച്ചു, അതങ്ങോട്ട് സമർപ്പിച്ചു. എന്തൊരു സന്തോഷത്തിന്റെ അനുഭവമാണ് നമുക്കവിടെ കാണുവാൻ സാധ്യമായി തീരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പക്കൽ ഉള്ളതിനെ സന്തോഷപൂർവം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സാഹചര്യം, അവിടെയേ അത്ഭുതം നടക്കത്തുള്ളൂ. പലരും ഇത് പിറുപിറുക്കാറുണ്ട്. കാരണം നമ്മുടെ മറ്റുള്ള ആളുകൾക്കുള്ള പലതും എനിക്കില്ലല്ലോ എന്നോർത്ത് പരിതപിക്കാറുണ്ട്. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ തമ്പുരാൻ നിനക്കിത് മതി എന്ന് ചിന്തിച്ച് നൽകിയിരിക്കുന്നതാണ്. കൂടുതൽ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ അധ്വാനവും നിന്റെ സമർപ്പണവും അനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതലായി എന്തെങ്കിലും ലഭിക്കുവാൻ സാധ്യമായി തീരത്തുള്ളൂ. കൂടുതലായി എന്തെങ്കിലും നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ അധ്വാനം അതിന്റെ പിന്നിൽ ആവശ്യമാണ്. നാം കരഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ദൈവം നമ്മുടെ യാചനകൾ കേൾക്കും, പ്രാർത്ഥനകൾക്ക് അവന് മറുപടി തരും. നാം പാടുന്നുണ്ട്, നിലവിളിക്കാം നിലവിളിക്കാം എഴുന്നേറ്റു നിലവിളിക്കാം 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 എഴുന്നേറ്റു നിലവിളിക്കാം. ആർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നല്ലേ? പാഠപുസ്തകത്തിലുള്ള പാട്ടാ, എന്നാ പിന്നെ ഞാനും പാടുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീഴ്ചകളെ അവസാനമായിട്ടല്ല കാണേണ്ടത്. വീഴ്ചകളെ, ബലഹീനതകളെ അവസരമായി കണ്ടുകൊണ്ട്, ബലഹീനതകളെ അവസരമായി കണ്ടുകൊണ്ട് എഴുന്നേൽക്കാനായിട്ടുള്ള ആദ്യ പടിയാണ്. ബലഹീനതകൾ ജീവിതത്തിന്റെ അവസാനമല്ല, അവസരമായി കണ്ടുകൊണ്ട് എഴുന്നേൽക്കുവാനുള്ള ആദ്യത്തെ പടിയാണ്. അത് കുറെ കൂടി ശ്രദ്ധയോടെ തുടങ്ങുവാനും തുടരാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ബലഹീനതയിൽ നമ്മുടെ ബലഹീനതകളെ ഒരവസാനമായിട്ട് നാം കാണാതെ അതിനെ അവസരമായി നാം കാണണം. ശ്രദ്ധയോടുകൂടി, കുറെ കൂടി ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. ആ ശ്രദ്ധയിൽ തുടർന്നുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ്
ഏകാന്ത സ്ഥലത്ത് വേറിട്ട് നാം വിശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ഞങ്ങളുടെ പക്കൽ ഉള്ള ബലഹീനതയെ കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പഴി പറയാതെ, വിദ്വേഷത്തോടുകൂടി സംസാരിക്കാതെ, ദേഷ്യത്തോടുകൂടി സംസാരിക്കാതെ, നമ്മുടെ ബലഹീനതകളെ ഒരവസാനമല്ല, അതൊരവസരമായി നാം കാണുമ്പോൾ ബലഹീനതയെ ശക്തിപ്പെടുത്തുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എന്റെ കൃപ, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രിയപ്പെട്ടവരെ, ബലഹീനത ഒരു അവസാനമായി നാം കാണരുത്. ജീവിതത്തിൽ പലതരത്തിലുള്ള ബലഹീനതയുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യനെ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. വചനമനുസരിച്ച് അവർക്ക് ഏറ്റവും ഒടുവിൽ അവരുടെ ഒരു അനുതാപമുണ്ടെങ്കിൽ, അവരുടെ ഒരു പശ്ചാത്താപമുണ്ടെങ്കിൽ, കാൽവറിയിൽ നാം അതാ കാണുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. മോഷ്ടാവായിരുന്നു, സകലവിധമായ ചെയ്തികളും ആ സമൂഹത്തിന് തിന്മയായിട്ടുള്ള ചെയ്ത മനുഷ്യൻ കർത്താവിനെ കണ്ടുകഴിഞ്ഞപ്പോൾ അതാണ് ലഭിക്കുന്ന അവസരം എന്ന് പറയുന്നത്. ബലഹീനതയുള്ളവർക്ക് അവസരം ലഭിക്കും. ആ അവസരം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് നമ്മുടെ കർത്താവാണ്. ആ അവസരത്തെ ശ്രദ്ധയോടെ തുടങ്ങുവാനും അതിൽ തുടരുവാനും സാധിച്ചാൽ ആ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏകാന്ത സ്ഥലത്തെ മറ്റൊരു അനുഭവം നമ്മുടെ പക്കൽ ഉള്ളത് അപ്പം മാത്രമല്ലല്ലോ. നമ്മുടെ പക്കൽ നമുക്ക് നന്നായി ചിരിക്കുവാൻ സാധിക്കുമല്ലോ. ചില പ്രശ്നങ്ങളുടെ ഒക്കെ പരിഹാരം ചിരിയിൽ നമുക്ക് നിർത്തുവാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ ഒന്ന് തലോടുന്നത് വലിയൊരു പരിഹാരമാണ്. ചില ഫോൺ വിളികൾ, ചില മെസ്സേജുകൾ, അത് നമ്മുടെയും മറ്റുള്ളവരുടെയും മുറിവുണങ്ങാൻ സാധിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും മുറിവുകളെ കൂടുതൽ വഷളത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഒരു ചിരി ചില ആളുകൾക്ക് വലിയ സ്വാന്തനമാണ്. അതേപോലെ തന്നെ നമ്മൾ അവരെ സ്നേഹപൂർവം തലോടുന്നത്, അവരുടെ പേരുകൾ വിളിക്കുന്നത്, അവരുടെ ചില സന്ദർഭങ്ങളിൽ നാം ഫോണിൽ ബന്ധപ്പെടുന്നത്, ഒരു മെസ്സേജ് അയക്കുന്നത്, ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അപ്പവും മീനുമൊക്കെയാണ്. ഇതിനെ നമ്മൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അവിടെ വലിയ അത്ഭുതം കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് ചിരിക്കാൻ ചില ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. പിടിച്ച വെയിറ്റൊക്കെ ഇട്ട് ആരെയൊക്കെ ഉണ്ടായാലും കോളറൊക്കെ ഒന്ന് പിടിച്ച്, അല്ലേ, മുണ്ടൊക്കെ ഒന്ന് മടക്കി ഒരു പ്രത്യേക ശൈലിയിൽ അങ്ങനെ ചിരിച്ച് പോകുന്നു വേണ്ട എന്നുള്ളൊരു ശൈലിയുള്ളവരാ നമ്മിൽ കൂടുതൽ പേരും. വീട് വഴി ചിരിക്കാത്ത ഭർത്താക്കന്മാരുണ്ട്, വീട് വഴി സംസാരിക്കാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരുമുണ്ട്, മക്കളുണ്ട്. ഇതൊക്കെ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടത്തുവാൻ സാധിക്കുന്ന കാര്യമാണ്. എൻ്റെ ഇതുവരെയുള്ള വൈദിക ശുശ്രൂഷയിൽ നമ്മുടെ ആളുകളൊക്കെ വളരെ നല്ല ആളുകളാണ്. കാരണം അവര് അച്ഛന്മാരോട് വളരെ കരുതലും സ്നേഹവും ഉള്ളവരാണ്. അച്ഛന്മാർ അവരെ ഒന്ന് ചിരിച്ചൊക്കെ കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛന്മാർക്കും ഇങ്ങനെ ചില പ്രശ്നമുണ്ട്. അവര് മിണ്ടത്തില്ല, ചിരിക്കത്തില്ല,
അവര് ഭയങ്കര ബിസിയൊക്കെ അഭിനയിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കും. അങ്ങനെ വരുമ്പം ആളുകൾ എന്ത് ചെയ്യും? അങ്ങ് മാറി മാറി പോകും. ഞാൻ സ്വയം വിമർശനത്തിന്റെ രീതിയിൽ പറഞ്ഞത്, ആരെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞതല്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട, അതുകൊണ്ട് പരിഭവം മാറ്റുവാൻ, പരിഭവം എന്ന് പറയുന്ന കാര്യം ക്രിസ്തുവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, ആ ബലഹീനതയെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒച്ചയും ബഹളവും ഒന്നുമല്ല, തിരക്കും തള്ളലും ഒന്നുമല്ല. സ്നേഹിക്കുന്നവരുടെ അരികിൽ ശാന്തമായും സൗമ്യമായും ആയിരിക്കുവാൻ കഴിയുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. പൗരസ്ത്യ ആധ്യാത്മികതയിൽ ഉള്ള ഒരു ചിന്തയാണ്. ഇന്നത്തെ മറ്റൊരു രീതിയിലുള്ള ആധ്യാത്മികതയിലാണ് നമുക്കറിയാം. ഇവിടുന്ന് വണ്ടിയിൽ ആലപ്പുഴയ്ക്ക് പോകുന്നവരുണ്ട്. എന്തിനു വേണ്ടിയാ? കൃപാസനത്തിലേക്ക് പോകുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകളിൽ കൂടുതൽ പേരുമാണ് ഈ കൃപാസനത്തിൽ പോകുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. ഭയങ്കര തിക്കും തിരക്കുമൊക്കെയാണ്. ഓരോ ദിവസവും ഓരോരുത്തർ ഓരോ തരത്തിലുള്ള അത്ഭുതങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ അതിനെ ഒന്നും തിരസ്കരിച്ചുകൊണ്ട് പറയുന്നില്ല. പക്ഷേ അങ്ങനെ പോകുന്ന ആളുകൾ അവരുടെ അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ പോകുന്ന ആളുകളെ എനിക്കറിയാം. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവരുടെ അരികിൽ ശാന്തമായും സൗമ്യമായും ഇരിക്കുവാൻ സാധിക്കുന്നത് ഒരു ആത്മീയതയാണ്. വലിയ കൈകൊട്ടിപ്പാട്ടും വലിയ ബഹളവും തിരക്കും ഒച്ചയും ഒന്നുമില്ലാത്ത ഒരാത്മീക ശൈലിയാണ്. നമ്മുടെ വീട്ടിൽ പ്രായമായ ഒരാൾ കിടക്കുന്നെങ്കിൽ അവരെ അന്വേഷിക്കുന്നത്, അവരുടെ മുറിവുകൾ കെട്ടുന്നത്, അവരുടെ പരിഹാസ വാക്കുകൾ കേൾക്കുന്നത്, അവര് നമ്മെ ശപിക്കുന്നത്, ഇതൊക്കെ എന്താണ്? വലിയൊരു ആത്മീയതയുടെ അനുഭവമാണ്. അങ്ങനെ നേരിടുന്ന അനേകം ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഈ പറഞ്ഞ തെറി വിളിക്കുന്നവരും പരിഹസിക്കുന്നവരും എന്ത് ചെയ്താലും ഒരു സ്നേഹമില്ലാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും അന്വേഷിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അവർ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് ഇതൊന്നും ആരോടും പറയാതെ ഹൃദയത്തിലെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് വീണ്ടും വീണ്ടും ഈ പരിഹാസവും നിന്ദയും ആക്ഷേപവും ഒക്കെ സ്വീകരിക്കുന്നവരാ. പ്രിയപ്പെട്ടവരെ, ഒരു വചനം എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിന്ദയും ആക്ഷേപവും പരിഹാസവും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം കേൾക്കുന്നുവോ അത്രമാത്രം ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. ദൈവം നിന്നെ ശത്രുക്കളുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു കൊള്ളട്ടെ, പരിഹസിച്ചു കൊള്ളട്ടെ, നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ പടിയാണ്. നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ പടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആക്ഷേപിക്കുന്നവർ കാണും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആക്ഷേപിക്കുന്നവർ കാണും, നമ്മുടെ പള്ളിയിൽ നിന്ന് ആക്ഷേപിക്കുന്നവർ കാണും, നമ്മുടെ സഭയിൽ നിന്ന് ആക്ഷേപിക്കുന്നവർ കാണും. ഇതിനാണ് കൂടുതൽ സാധ്യത. പുറത്ത് ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം,
ആ നിന്ദനങ്ങളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കരുതുന്നവനായ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളി. പ്രിയപ്പെട്ടവരെ, നാം ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അനുഗ്രഹം വർദ്ധിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പരിഹാസം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അപ്പനെ, നിങ്ങളുടെ അമ്മയെ, പ്രായമായവരെ നോക്കുമ്പോൾ അവർ നിങ്ങളെ പരിഹസിക്കുന്നെങ്കിൽ, തെറി വിളിക്കുന്നെങ്കിൽ, അടിക്കുന്നെങ്കിൽ, പലതരത്തിൽ മറ്റുള്ളവരോട് എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾ ഒന്നും ഭാരപ്പെടേണ്ട. അതിനുശേഷം നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹം നമ്മുടെ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് സ്നേഹിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് പരിഹസിക്കുന്നവനല്ല. നമ്മുടെ കർത്താവ് നിലവിളിക്കുന്നവന്റെ അടുക്കിലേക്ക് ഓടി വരുന്നവനാണ്. ആ കർത്താവിൽ നാം ആശ്രയിച്ചാൽ മതിയാകും. അതുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവർ, യഹോവയിൽ ആശ്രയിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീരുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണല്ലോ. മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടുന്ന കാലമൊക്കെ മാറി മൃഗങ്ങൾ കാടിറങ്ങി വന്ന് മനുഷ്യനെ വേട്ടയാടുന്ന കാലഘട്ടമാണല്ലോ. മനോരമ പത്രത്തിൽ തന്നെ ഒരു കോളമായി കാട്ടുമൃഗങ്ങളുടെ അക്രമത്തിന് വേണ്ടി ഒരു കോളമായി. പണ്ട് പത്രത്തിൽ നമുക്കറിയാം പീഡനത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ അധികം വരത്തില്ലായിരുന്നു. ഇപ്പോൾ പീഡനത്തെ സംബന്ധിച്ചുള്ള വാർത്തകളുടെ കോളം രണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. അതുപോലെ തന്നെ മൃഗങ്ങൾ വേട്ടയാടപ്പെടുന്ന മനുഷ്യന്റെ കഥ കേരളത്തിലെ മാത്രം ഇന്ന് പകുതി കോളത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുവാൻ തുടങ്ങി. നമ്മൾ ഓർത്തുകൊള്ളണം, എത്ര ഭീകരമായ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിന്റെ വനാന്തരങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്. പച്ചയോടുകൂടി ഓരോ ആവശ്യത്തിന് പോകുന്ന മനുഷ്യൻ വളരെ പെട്ടെന്ന് തന്നെ മൃഗങ്ങളുടെ അക്രമങ്ങൾക്ക് ഇടപെട്ടുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെടുന്ന സാഹചര്യം. അവരെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങൾ അത്താഴ പട്ടിണിയിലേക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമാണല്ലോ കേരളത്തിൽ നാം വായിക്കുന്നത്. അതും ശാന്തമായി ഏകാന്ത സ്ഥലത്ത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഉചിതമായ കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയം ഇന്നതാകാറില്ല. കാരണം പാമ്പാടി ഭാഗത്താനും മീനടം പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം നമുക്കുണ്ടായിട്ടില്ല. കാട്ടു മനുഷ്യരുടെ ആക്രമണങ്ങളെ നമുക്കുണ്ടാകുന്നുള്ളൂ. അത് എങ്ങനെയെങ്കിലും തുരത്താൻ സാധിക്കും. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം വരുമ്പോഴത്തേക്ക് നാം അത് പഠിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു പ്രാർത്ഥനാ വിഷയമായി മാറേണ്ട കാലഘട്ടമാണ്. അതേപോലെ തന്നെ ഇന്നിപ്പം പത്രത്തിൽ നിന്ന് റഷ്യൻ യുക്രൈൻ യുദ്ധമൊക്കെ 2 വർഷമായപ്പോൾ അധിക വാർത്താ പ്രാധാന്യം കാണുവാൻ സാധിക്കുന്നില്ല. ഇസ്രയേൽ ഹമാസ് പോരാട്ടം 5 മാസം പൂർത്തിയാകുമ്പോൾ എത്ര ആയിരങ്ങളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ വിഷയം ആകാറുണ്ടോ? എത്രയോ കുഞ്ഞുങ്ങളാണ് വളരെ ദയനീയമായി കൊല ചെയ്യപ്പെടുന്നത്. എത്ര കുഞ്ഞുങ്ങൾക്കാണ് ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ ഭാരപ്പെടുന്നത്. അതിന്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രമാണ് നമ്മൾ വായിക്കുന്ന പത്രങ്ങളിൽ കണ്ടുവരുന്നത്. ആയിരങ്ങൾ ഇങ്ങനെയുള്ള യുദ്ധങ്ങളിലൂടെ സമൂഹത്തിൽ വേദനയും ദുഃഖവും അനുഭവിക്കുകയാണ്. അവിടെ വേറിട്ട് വന്ന ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമ്മെ സമർപ്പിച്ചിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നാം പ്രത്യേകമായി
ഓർത്തിരിക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായി, നാം ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ വലിമകളെ കാണിക്കുന്നതിന് വേണ്ടിയാണോ നമ്മുടെ ഏകാന്തതയും പ്രാർത്ഥനയും എന്തൊക്കെ എന്ന് നാം ചിന്തിക്കേണ്ട സാഹചര്യമാണ്. വലിയവനാകാൻ സമൂഹത്തിൽ ഇന്ന് മനുഷ്യൻ പെടുന്ന തത്രപ്പാടുകൾ, അവന്റെ ആരോഗ്യവും അവന്റെ പണവും അവന്റെ സമ്പത്തും അവന്റെ സുഖലോലുപതയും എല്ലാം മനുഷ്യൻ അത്തരത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, ഹവ്വയ്ക്ക് ദിവ്യമായ ആഗ്രഹം എന്താണ്? ദൈവത്തെ പോലെ ആകണം. ദൈവത്തെ പോലെ ആകണം. അത് ജീവിതത്തിന്റെ പരാജയമായി തീരുകയാണ്. ജീവിതത്തിന്റെ പരാജയമായി തീരുകയാണ്. നമുക്കറിയാം, മാതാപിതാക്കളെയും അധികാരികളെയും അനുസരിക്കാതെ, ബഹുമാനം കാണിക്കാതെ തങ്ങൾ വലിയവരെന്ന് നടിക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം. ഇവിടെ അനുസരണക്കേട് കാണിക്കുന്ന ഹവ്വയ്ക്ക് ഏദന്റെ പറുദീസയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീയിൽ നിന്നുണ്ടായ ശാപം ഒരു സ്ത്രീയിൽ കൂടെ തന്നെ മാറ്റുവാൻ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും മനുഷ്യനായി തീർന്നതും മനുഷ്യനും ദൈവവും എന്നുള്ള നിലയിൽ ഈ ലോകത്തിൽ ജീവിച്ച തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതും ആ അനുസരണക്കേടിന്റെ ഫലമായിട്ടാണല്ലോ. മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. മാതാപിതാക്കളെ ബഹുമാനിച്ചേ മതിയാവത്തുള്ളൂ. അവരൊത്തിരി ബലഹീനതയുള്ളവരും കുറവുള്ളവരും അവര് നമുക്കുള്ള പോലെ സൗന്ദര്യങ്ങളൊന്നും ഉള്ള ആളുകളും ആയിരിക്കത്തില്ല. ഇന്നാണല്ലോ ഈ ഒരു സൗന്ദര്യ ചിന്തയൊക്കെ കൂടുതലായി കടന്നു വന്നിരിക്കുന്നത്. പുട്ടിയും അനുബന്ധ കാര്യങ്ങളുമൊക്കെ നമുക്കിന്ന് ലഭിക്കുന്നത് ഈ കാലഘട്ടത്തിലാണല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ ബഹുമാനിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവർക്ക് ഒത്തിരി കുറവുകൾ ഉണ്ടാവാം. അവരുടെ നാവ് ചിലപ്പം ശരിയല്ലായിരിക്കാം, അവരുടെ പ്രവർത്തന ശൈലികൾ ശരിയല്ലായിരിക്കാം. പക്ഷേയെങ്കിൽ നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവനെ, ആദരിക്കാത്തവനെ സമൂഹത്തിന്റെ ഒരു മേഖലയിലും അടുപ്പിക്കാൻ പോകുന്നവനല്ല. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം പെറ്റമ്മയെ തെറി വിളിക്കുന്നവൻ, പെറ്റമ്മയെ അനുസരിക്കാത്തവൻ ലോകത്ത് ആർക്ക് കീഴ്പ്പെട്ടിരിക്കുമെന്നാ പറയുന്നത്? അവൻ അവന്റെ തനി സ്വഭാവം എവിടെ ചെന്നാലും കാണിക്കും. പള്ളിയിലാണേലും കാണിക്കും, സഭയുടെ ശൈലിയിലാണേലും കാണിക്കും, ജോലി സ്ഥലത്താണേലും കാണിക്കും. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട സ്നേഹത്തോടുകൂടി അധികാരികളെ അനുസരിച്ച് ബഹുമാനം കാണിക്കുന്ന ആളുകൾ, അവർക്ക് ഈ ഒരു അനുഭവത്തിൽ നിന്ന്, ഏദന്റെ പറുദീസയുടെ അനുഭവത്തിൽ നിന്ന് പലപ്പോഴും പുറത്താകേണ്ട സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് പ്രാർത്ഥിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അനുസരണത്തോടുകൂടി, അനുസരണക്കേട് കാണിച്ച് വലിയവനാകാൻ ശ്രമിക്കുന്നവനാണോ എന്നുള്ളതാണ്. രണ്ടാമതായി, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കായേന്റെ സഹോദരനായ ഹാബിലിനേക്കാൾ വലിയവനാകണം. തിരഞ്ഞെടുത്ത മാർഗം നമുക്കറിയാം. കൊലപാതകമാണ് അവൻ തിരഞ്ഞെടുത്തത്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, കൊലപാതകം എന്നൊന്നും പറയുന്നത് ഒരു പുതുമയുടെ കാര്യമൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ കൊലപാതകം
നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ഇത് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യനെ കൊല്ലുവാൻ യാതൊരു മടിയുമില്ലാത്ത രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കി വേദനിപ്പിച്ച് അടിച്ചു താഴ്ത്തി നമ്മൾ വലിയവരാകാം എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്. മറ്റുള്ളവരെ കളിയാക്കി വേദനിപ്പിച്ച് അടിച്ചു താഴ്ത്തി വലിയവനാകാൻ നാം ഒരിക്കൽ പോലും ശ്രമിക്കരുത്. തിരിച്ചടി ഉണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിന്റെ തിരിച്ചടി ഉണ്ടാകും. ഇതൊക്കെ ചെയ്യാൻ ഒരു 10 പേര് നമ്മുടെ കൂടെ കൂടുകയും ചെയ്യും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് കൊടുത്താൽ മതി. അതിന് ആള് കൂടെ ഉണ്ടാകും. പക്ഷേ എങ്കിൽ തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ സഹോദരനെ കൊലപ്പെടുത്തുവാൻ നിൽക്കുന്ന സാഹചര്യം നമ്മൾ കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയില്ലെങ്കിലും മറ്റു പലതരത്തിലും കളിയാക്കിയും വേദനിപ്പിച്ചും അടിച്ചു താഴ്ത്തിയും അവനെ നശിപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ നാം കായീന്യ അനുഭവത്തിലേക്ക് എത്തേണ്ടവരാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. മൂന്നാമതായി, വലിയവൻ ആകുവാൻ, യോസേഫിനേക്കാൾ വലിയവനാകുവാൻ സഹോദരന്മാർ ആഗ്രഹിക്കുകയാണ്. അത് നമുക്ക് അറിയാവുന്ന സംഭവമാണ്. ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടും ഈജിപ്തുകാർക്ക് വിറ്റും വലിയവനാകാം എന്ന് അവര് ചിന്തിച്ചു. പക്ഷേ പരാജയപ്പെട്ട് അവന്റെ മുമ്പിൽ യാചിച്ചു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പന്റെ സ്നേഹത്തിന്, അപ്പന്റെ അനുകമ്പയ്ക്ക് ഇഷ്ടനായി തീർന്ന മകനെ വകവരുത്തുവാൻ ഇടയായ സാഹചര്യം. പൊട്ടക്കിണറ്റിന്റെ അനുഭവം യോസഫിനെ മറ്റൊരു അനുഭവത്തിലൂടെ നയിക്കുകയാണ്. പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ അടുക്കൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വശംവദരാകാൻ ഇരിക്കത്തക്കവണ്ണം പൊട്ടക്കിണറിന്റെ അനുഭവം യൗസേഫിനെ പരിശീലിപ്പിക്കുകയാണ്. ചില വേദനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ മനഃപൂർവ്വം കടത്തിവിടുന്നതാണ്. ചില സംഗതികളിൽ മിതത്വം ജീവിതത്തിൽ പാലിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ നമുക്ക് നൽകുന്നതാണ്. പൊട്ടക്കിണറിന്റെ അനുഭവം, അത് ഈജിപ്തുകാർക്ക് വിറ്റതുമൊക്കെ സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ വേദനിപ്പിച്ച് അവരുടെ സമ്പത്ത് തട്ടിപ്പറിച്ച് വലിയവരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ അനുഭവവും ഇത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒരു രോഗം വന്നാൽ മതി, ലക്ഷങ്ങളാണ് നമുക്ക് ചിലവാകുന്നത്. നമ്മൾ ആരെ തട്ടിപ്പറിച്ചാലോ, ആരുടെ ഏത് സഹോദരന്റെ എടുത്താലോ, ഏത് സഹോദരിയുടെ എടുത്താലോ, ഒരു ചെറിയ രോഗം, ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാൽ മതി, അത് കണ്ടുപിടിക്കാൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റു ഹോസ്പിറ്റലിൽ പോയി ലക്ഷങ്ങൾ, കോടികൾ നമ്മൾ തട്ടിപ്പറിച്ചത് വിറ്റാലും നമുക്ക് ചികിത്സിക്കാൻ പാടില്ലാത്ത വിധം ചിലവുകൾ വർദ്ധിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശ്രമിക്കുമ്പോൾ, ആശ്വാസം കണ്ടെത്തുമ്പോൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം. വിശുദ്ധ കുമ്പസാരത്തിൽ ഞാൻ ദേഷ്യപ്പെട്ടു, കൊച്ചിനെ തല്ലി എന്നുള്ളത് മാത്രം പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മുടെ
രക്ഷയ്ക്ക്, നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് അത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും തള്ളി പൊട്ടക്കിണറ്റിലിട്ടാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നമ്മുടെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് ആരും പോയാൽ, പിതാവിന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സ്വത്ത് ഭാഗിച്ചെടുത്താൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ കരുതുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നമ്മുടെ ആത്മീക പക്വത നാം കാണിക്കണം. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചല്ലോ, അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മളൊക്കെ പരാജയപ്പെടുന്നത് അവിടെയാണ്. അന്നേരം നമ്മൾ കത്തിയെടുക്കും, കയറെടുക്കും, തെറിവിളിക്കും, ഡിക്ഷണറിയിൽ ഇല്ലാത്ത എല്ലാ വാക്കുകളും പ്രയോഗിക്കും, വീട്ടിൽ കേട്ടത്തില്ല, ഭയങ്കര വഴക്കായി, അങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷം നാം അവിടെ ഉണ്ടാക്കും. നമ്മുടെ മുമ്പിൽ വരും ആത്മീയ പക്വത പ്രാപിച്ചാൽ. ആരെങ്ങനെ ചെയ്താലും നമ്മുടെ മുമ്പിൽ വരും. യോസഫിന്റെ മുമ്പിൽ യാചിച്ചു നിൽക്കേണ്ടി വരുന്ന സഹോദരങ്ങളോട് യോസഫ് എപ്രകാരമാണ് ഇടപെട്ടത് എന്നുള്ളത് നാം ഓർക്കണം. അവര് ചെയ്തതുപോലെ ഒന്നും ചെയ്തില്ല. അവര് ചെയ്തതിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ ചെയ്തതുപോലെ ഒന്നും ചെയ്തില്ല. അവരുടെ ബുദ്ധിമുട്ടിൽ, അവരുടെ ദാരിദ്ര്യത്തിൽ ആവശ്യമായിരിക്കുന്ന ധാന്യമണികളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയവർ ആകുന്നത് മറ്റുള്ളവരെ തള്ളിയിട്ടുകൊണ്ട് ആയിരിക്കരുത്. എന്നാൽ ചില ആളുകൾ വലിയവരാകാൻ മറ്റു വഴികളൊന്നും കാണാത്തപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടി വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സബദീ പുത്രന്മാരുടെ അമ്മയും അത് തന്നെയാണ് ചോദിക്കുന്നത്, ഇല്ലേ? സബദീ പുത്രന്മാരുടെ അമ്മയും ചോദിക്കുന്നത് അതാണ്. ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തും ഇരുത്തണം. വലിയവനാകാൻ മറ്റൊരു പ്രാർത്ഥന നടക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട് കർത്താവ്, നീ ചോദിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. നീ ചോദിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. ഇപ്പൊ പ്രാർത്ഥനയിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നതും നമുക്ക് സ്ഥാനം കിട്ടണം, നമുക്ക് മാനം കിട്ടണം, നമുക്ക് സമൂഹത്തിൽ പ്രശസ്തമായ നിലയിൽ ജീവിക്കണം എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ വലിയവനാകാൻ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ ചോദിക്കുന്നത് എന്താണ്. അതുകൊണ്ട് ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഈ ഒരു ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നീരസമുണ്ടാക്കി എന്നാണ് നാം പ്രത്യേകമായിട്ട് വായിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം വായിച്ച 6-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിക്കുമേ. നാം ഏകാന്ത സ്ഥലത്ത് എത്തിപ്പെടേണ്ട ജീവിത ശൈലികളെ കുറിച്ചാണ് ഈ സന്ധ്യയിൽ പ്രത്യേകമായി ചിന്തിച്ചത്. അതിന് ഈ നോമ്പിന്റെ കാലഘട്ടം നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും മറ്റു ചിന്തകളും ഒക്കെ ഉപയുക്തമായി തീർന്ന ദൈവത്തിന് കൊള്ളാവുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നന്ദി പ്രകാശ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ നോമ്പിനോടനുബന്ധിച്ചുള്ള ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നത് ഇന്നത്തെ ദൂത് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട
ലൈജു മർക്കോസ് അച്ഛനാണ്. അച്ഛന് ഹ്രസ്വമാണെങ്കിലും ലളിതമാണെങ്കിലും വളരെ സമഗ്രവും ആധികാരികവുമായ നിലയിൽ നോമ്പിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റിയും ഒക്കെ വിവരിച്ചു തന്നു. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് എൻ്റെ പരിമിതമായ കഴിവിലും ശ്രദ്ധയിലും കിട്ടിയത് ഈ വാക്യങ്ങളെല്ലാം തന്നെ ദൈവം തമ്പുരാൻ തിരുവായും ഒഴിഞ്ഞ് നേരിട്ട് നമുക്ക് നൽകിയ വാക്യങ്ങളാണ് എന്നുള്ളതാണ്. ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പസമയം ആശ്വസിപ്പിച്ചു കൊള്ളുകയും അതുപോലെ തന്നെ അവൻ നിങ്ങളെക്കുറിച്ച് കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും എൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞിരിക്കുന്നു. ഇത്തരമുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന വാക്യങ്ങൾ കൊണ്ട് നമ്മളെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ലൈജു മർക്കോസ് അച്ഛൻ. അദ്ദേഹം വാഗ്ദാനത്ത് നിന്ന് നമ്മുടെ ഈ പുത്തപ്പുറ കവലയിൽ വന്ന് തൻ്റെ തിരക്കുള്ള പൗരോഹിത്യ ജീവിതത്തിനിടയ്ക്ക് നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച് അദ്ദേഹത്തിൻ്റെ ദൂത് തന്നതിലുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. അടുത്തായിട്ട് നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ നേതൃത്വം നടത്തിയ അല്ലെങ്കിൽ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട പോൾ എബ്രഹാം അച്ഛൻ, നമ്മുടെ വികാരി അച്ഛനോടാണ്. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ കൂടിയ എല്ലാവരോടുമുള്ള പ്രത്യേകം നന്ദി ഈ ഭവനത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പോൾ എബ്രഹാം അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇടവയിൽ നിന്ന് പുറത്ത് കുറ്റിക്കൽ പള്ളി ഇടവയിലുള്ളവരും അതുപോലെ പാമ്പാടി കത്തീഡ്രൽ ഇടവയിലുള്ളവരും ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ ഭവനത്തിൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും നന്ദി അറിയിച്ചെങ്കിലും വാക്കുകൂടെ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കായി ഭവനം വേർതിരിച്ചു. ഈ മുൻപിൽ ഏറ്റി ഈ ഭവനത്തെ പ്രത്യേകമായ ദിവസങ്ങളിൽ ഓർക്കുകയും ഇടവകയുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം സമീപത്തുള്ള ഓർപ്പിച്ചതുപോലെ കുറ്റിക്കപ്പള്ളി അതുപോലെ പാമ്പാടി കത്തീഡ്രലുമായിട്ടുള്ള അംഗങ്ങൾ വന്ന് സംബന്ധിച്ചതിൽ അവരോട് പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനാ സംഘവും അടുത്ത ആഴ്ചയോടെ സമാപിക്കുകയാണ്. എല്ലാവരും ആ പ്രാർത്ഥനാ സംഗമത്തിൽ വന്ന് സംബന്ധിപ്പാനൊക്കെ നേരത്തെ ഒരുങ്ങണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ശനിയാഴ്ച വൈകിട്ട് 4:30 മണി മുതൽ കുമ്പസാരം ദേവാലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് വരുന്ന ശനിയാഴ്ച. അതിനുശേഷം 6 മണിക്ക് കോയിക്കലത്ത് വർഗീസ് ജോസഫിൻ്റെ ഭവനത്തിൽ വെച്ചാണ് പ്രാർത്ഥനാ സംഗമം. അതിലും എല്ലാവരും വന്ന് സംബന്ധിക്കുവാനൊക്കെ ഒന്ന് ഒരുങ്ങണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. നാളെ രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ദേവാലയത്തിലുണ്ട്. അതിൻ്റെ കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കൃത്യസമയത്ത് എല്ലാവരും എത്തിച്ചേരുവാൻ തക്കവണ്ണം ഒരുങ്ങണം എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് സമാപിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം ദാതാ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമായ കർത്താവേ, നീ ഭവനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതിനാൽ നിന്നെ സ്തുതിക്കുന്നു. കേട്ട വചനങ്ങൾക്കായിട്ട് നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ കൂടിവരവിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നാളെ വിശുദ്ധിയോടുകൂടി ആരാധനയിൽ സംബന്ധിപ്പാനും നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരുടെയും കടങ്ങളും ദോഷങ്ങളും പാപങ്ങളും ഞങ്ങളോട് നീ ഓർക്കരുതേ. നിനക്കുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള ഒരു നാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള കുടിയിരിപ്പിന്റെ ഭവനങ്ങളാൽ ശ്രമിക്കണമേ. ദൈവമായ കർത്താവേ, നരമൊക്കെയിലും എല്ലാ സമയത്തിലും ദൈവത്വത്തിന്റെ ചുരുള കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.